Hi, Namaste. Welcome back to my channel WinTrader. ഗ്യാപ്പ് അപ്പിലും ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റിലും ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഒരുപാട് ലോസ് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ കറക്റ്റായിട്ടൊരു ബൈ ട്രെൻഡ് പിടിക്കണോ അതോ മാർക്കറ്റ് ഇനിയും എഗെയിൻ ഡൗണിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് 4th October. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ആക്ച്വലി ഗ്യാപ്പ് ഡൗണിൽ ഇറങ്ങിയിട്ട് പിന്നെയും എഗെയിൻ ഒരു ഡൗണിലേക്ക് പോയി. പക്ഷേ അവിടെ നിന്ന് ചെറിയൊരു ബൈ ഹൈക്ക് പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിച്ചു അതൊരു ഫേക്ക് അപ്പാണ്. അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കാൻ പാടില്ലെന്ന് കറക്റ്റ് ഇൻഡിക്കേഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഇന്നത്തെ പുട്ട് ഞാൻ എടുത്തിരുന്ന അപ്രോക്സിമേറ്റ് 19,700 പുട്ട് 282 പിക്ക് ചെയ്തു നേരെ 359.60 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ് 3,500 നമുക്ക് അതിനനുബന്ധിച്ചിട്ടുള്ള അപ്രോക്സിമേറ്റ് 3,500 പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് നിന്ന്. അപ്പം എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ആകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ലൈവ് സെക്ഷനായിട്ട് നിങ്ങൾ സ്വയം അറ്റൻഡ് ചെയ്ത് നോക്കി ഡിസൈഡ് ചെയ്യാൻ പറ്റും എങ്ങനെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ 8 സ്ട്രാറ്റജി കഴിഞ്ഞ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ലൈവ് സെക്ഷനായിട്ട് അറ്റൻഡ് ചെയ്യുക, ഡെമോ എടുക്കുക. 81390388 ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ. അപ്പം അതോടൊപ്പം ലാസ്റ്റ് വന്ന ബൈസിക്കിളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ബൈസിക്കിളിൽ നമുക്ക് അതിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു 40. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒറ്റ ട്രേഡ്, ഡെയിലി ഒരൊറ്റ ട്രേഡ് മാത്രം മതി നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ. അപ്പം വളരെ ചെറിയ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് പഠിച്ച് നല്ല രീതിയിൽ ഓപ്ഷൻ ചെയ്യാം. മാർക്കറ്റ് ഏതായിക്കോട്ടെ, കൺസോളിഡേഷൻ, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ നിങ്ങൾക്ക് സക്സസ്ഫുള്ളായി ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഞാനിവിടെ കാണിച്ചിരിക്കുന്ന നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടുണ്ട്, അതേപോലെ ഇൻഡെക്സിൻ്റെ ഉണ്ട്. രണ്ടിനും റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇൻഡെക്സിൻ്റെ ചാർട്ട് നോക്കി ഇപ്പോഴത്തെ ലൈവ് റേറ്റ് ആണ് കാണുന്നത്. അതോടൊപ്പം ഇന്ന് 2 മണിക്ക് ശേഷം ഒരു ബൈ വന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. 2:15 അപ്രോക്സിമേറ്റ് അതിൻ്റെ ബൈ എൻട്രി പോയിൻ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ 3 ടാർഗറ്റും 3 ടാർഗറ്റിലും 40 പോയിൻ്റ് ഡിഫറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ടാർഗറ്റ് 120 പോയിൻറ്റ്സിൻ്റെ അടുത്ത് വരും. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് 62 പോയിൻറ്റ്സോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ബൈസിക്കിൾ വരുമ്പോൾ നേരെ കയറി എടുക്കരുത്. ഇപ്പോൾ ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും നമുക്ക് സിഗ്നൽസ് ക്യാൻഡിൽ ഗ്രീൻ ആവണം, താഴെയും ഗ്രീൻ വന്ന് ബൈസോണും വന്നാൽ മാത്രം നമുക്ക് എടുക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് റേറ്റിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ബൈ വന്ന സമയത്ത് അവിടെ ആ സമയത്ത് താഴെ റെഡ് ആയിരുന്നു. അപ്പോൾ ഗ്രീനിലേക്ക് കൺവേർട്ടായി വന്നപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് കറക്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടിയത്. അപ്പോൾ ആ പോയിന്റ് നമ്മൾ ആ സമയത്ത് കോൾ ഓപ്ഷൻ നമുക്ക് അവിടെ പിക്ക് ചെയ്യാൻ പറ്റുന്നത് 19,100 കോളായിരുന്നു. അപ്പം 390 ആ ഒരു റേഞ്ചിലാണ് നിന്നിരുന്നത്. അപ്പോൾ 19,100 കോള് അതിനകത്ത് നമ്മൾ എടുത്ത് 305 അവിടെ 352 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊരു ഇവിടെ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 52 വേണ്ട നമുക്ക് ആക്ച്വലി ഒരു അപ്രോക്സിമേറ്റ് ഒരു 40-35 പോയിൻറ്റ്സ് നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഓപ്ഷനിൽ ലോട്ട് കൂട്ടി എക്സിറ്റ് ചെയ്താലും നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഇൻ ദ മണിയിലാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇൻ ദ മണിയല്ലാതെ അറ്റ് ദ മണിയിലും ഔട്ട് ഓഫ് ദ മണിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആ സമയത്ത് സ്ട്രൈക്ക് ചെയ്താണോ അതിനനുബന്ധിച്ചുള്ള സ്ട്രൈക്ക് ചൂസ് ചെയ്യും. ഇപ്പം നിഫ്റ്റിയിൽ ആ സമയത്ത് വന്ന് സിഗ്നലിൻ്റെ പ്രകാരം നോക്കുകയാണെങ്കിൽ 19,300 ഓപ്പൺ ചെയ്യാം, നമുക്ക് 200-ഉം 100-ഉം. അപ്പോൾ നിങ്ങളുടെ മാർജിൻ അനുസരിച്ച് ഇവിടെ സ്ട്രൈക്ക് പ്രൈസ് ഡയറക്റ്റായിട്ട് ഇവിടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം 300 വേണ്ടെങ്കിൽ നിഫ്റ്റി വീക്ക്ലി കോള് 19,300 എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുക ഡയറക്റ്റായിട്ട്. അപ്പോൾ അതേപോലെ അതിൻ്റെ റേറ്റ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ റൈറ്റ് ക്ലിക്ക്, ചാർട്ട് വിൻഡോ, 5 മിനിറ്റ്, ടെംപ്ലേറ്റിൻ്റെ 8.1 ഓപ്ഷൻസ്, ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിന് ബൈ ഹൈക്ക് നമുക്ക് ആക്ച്വലി ബൈ സിഗ്നൽസ് വന്ന് കൺഫേം ആയി നമുക്ക് ആ റേഞ്ചിൽ പോയത് അപ്രോക്സിമേറ്റ് 105 ആ റേഞ്ചിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അത് നേരെ 160 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റേറ്റ് നമുക്ക് അവിടെ പിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വലിയ എമൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു എമൗണ്ട്, അതായത് ലോട്ട് കൂട്ടി എടുക്കാനുള്ളൊരു വകുപ്പ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇത് ലാസ്റ്റ് വന്ന ക്ലോസിങ്ങിലെ സെക്ഷനാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ മോർണിംഗിൽ ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റ്. അപ്പോൾ സാധാരണ സിഗ്നലിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. പക്ഷേ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗണിൽ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ കയറിയിട്ട് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് പുൾ ബാക്കും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ട്രെൻഡ് ലൈൻ വൈസുള്ള മൊമെൻറ്റ് നോക്കുക, അതോടൊപ്പം സപ്പോർട്ടും റെസിസ്റ്റൻസ് നോക്കുക. അപ്പോൾ സിഗ്നൽസ് വന്ന് കൺഫേം ആയി നമുക്ക് ഓക്കെ ആണെങ്കിൽ പുൾ ബാക്ക് വന്നിട്ട് പിന്നെ ബ്രേക്ക് ഔട്ട് പോകുന്ന പോർഷൻസിൽ നമ്മൾ പിടിക്കുക. അപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഇന്നലെ വന്ന കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്ന് പോയതാണ്. അപ്പോൾ ഇറങ്ങിയിട്ട് ഓപ്പൺ ആയി. അപ്പോൾ ഈ ഇറക്കത്തിൽ നമുക്ക് ആക്ച്വലി പിടിക്കാൻ പറ്റാത്ത ഇറക്കമാണ്. അത് ഇന്നലെ കണ്ടിന്യൂ ചെയ്ത് വെക്കുന്നവർക്ക് കിട്ടും. പക്ഷേ കണ്ടിന്യൂവേഷൻ ഓപ്ഷൻസിൽ റിസ്ക് ആണത് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടും പിന്നെ ഒരു ചെറിയൊരു അപ് ട്രെൻഡ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പ്രോപ്പർ അപ്പ് അല്ല. അപ്പോൾ പ്രോപ്പർ അപ്പാണെങ്കിൽ നമുക്ക് അവിടെ ആക്ച്വലി ഒരു ട്രെൻഡ് കിട്ടിയത് ബൈസിക്കിളിന് കിട്ടിയത്. പക്ഷേ അവിടെ കിട്ടിയിട്ടില്ല. സോഫ്റ്റ്വെയർ ഇത്രയും കയറിയിട്ടും അവിടെ നമുക്ക് ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൺഫർമേഷൻ തരാത്ത സ്ഥിതിക്ക് അത് റിവേഴ്സ് ചാൻസ് ഉണ്ട്.
അപ്പോൾ അത് നമുക്ക് പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്കാൽപ്പിങ്ങിൽ പിടിക്കുക 1 മിനിറ്റിൽ. അപ്പോൾ 1 മിനിറ്റിൽ നമുക്ക് ട്രേഡ് അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് കൺഫർമേഷൻ ഇൻട്രാഡേയിൽ 5 മിനിറ്റ്സിൽ തരാതിരുന്ന് അത് തിരിച്ചിറങ്ങാൻ അവിടെ ഒരു ചാൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ തിരിച്ച് ബ്രേക്ക്ഔട്ട് ഈ പോയിന്റിൽ പോയിരുന്നു. ആ സമയത്ത് റേറ്റ് 19,450 ബ്രേക്ക്ഔട്ട് പോയി നേരെ ഇറങ്ങിയിട്ടുണ്ട്. മാർക്കറ്റ് 369 വരെ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം 700 പുട്ട് ഓപ്ഷൻ ഞാൻ എടുത്തിരുന്നു. അപ്പോൾ ഇൻ ദ മണി പ്രകാരമാണ് എടുത്തത്. അപ്പോൾ അതിനൊരു 282 നമ്മൾ പിക്ക് ചെയ്തതാണ്. അപ്പോൾ അത് 362.59 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അവിടെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു മോർണിംഗിൽ തന്നെ ആ ഒരു പ്രോഫിറ്റിൽ നമ്മൾക്ക് ആക്ച്വലി ഒരു അപ്രോക്സിമേറ്റ് 3,500 അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്തിറങ്ങാൻ സാധിച്ചത് 1 ലോട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതേപോലെ നിങ്ങൾ ലോട്ട് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലും ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റിലും നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം, അതേപോലെ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ആക്ച്വലി ആ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റിൽ ലോസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ലോസ് ഉണ്ടാവുന്നത് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ട്രേഡ് എടുക്കുന്ന രീതി, ട്രേഡ് എടുക്കുന്ന വഴി. അതേപോലെ നമ്മുടെ WinTrader ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിൻ്റെ ഈ ഒരു ലേറ്റസ്റ്റ് വെർഷൻ ബാർ ചാർട്ടിൽ നമുക്ക് പുൾ ബാക്ക് റിവേഴ്സിലൊക്കെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് പുൾ ബാക്കിന് നമുക്ക് ആക്ച്വലി മാർക്കറ്റിൻ്റെ കളർ ചേഞ്ചസ് ട്രെൻഡ് ലൈൻ വൈസുള്ള മൊമെൻറ്റ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ കളർ ചേഞ്ച് ആയിട്ട് സൈഡ് റിവേഴ്സിലാണ് ഫോം ആവുന്നതെങ്കിൽ അവിടെ നമുക്ക് കറക്റ്റായിട്ട് കളർ ചേഞ്ച് കാണിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ പറയും, ഇന്ന് രാവിലെ മോർണിംഗിൽ ഗ്യാപ്പ് ഡൗണിൽ ഇറങ്ങി ഓപ്പൺ ആയ ശേഷം സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പിന്നീട് ഇറങ്ങി. അത് കഴിഞ്ഞ് റിവേഴ്സ് പോകുന്നതിന് മുമ്പ് നമുക്ക് സോഫ്റ്റ്വെയർ കളർ ചേഞ്ച് ആയിട്ട് അവിടെ ബ്ലൂ കളർ കാണിച്ചു തന്നു. അത് നമുക്ക് റിവേഴ്സ് ചാൻസിന് പോകുന്നതിന് മുമ്പുള്ള ഒരു എക്സിറ്റ് സിമ്പിളാണ്. അപ്പോൾ അവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും പോർഷൻ അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാനുള്ള കറക്റ്റ് ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക എൻ്റെ നമ്പറിലേക്ക്. താങ്ക് യു.